CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുലത്തിന്റെ പാപമോചനത്തിനായി ഗാഗുൽത്താമലയിൽ ജീവൻ ബലിയർപ്പിച്ച ക്രിസ്തുവിന്റെ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. പാതിര കുർബാനയും തിരുകർമ്മങ്ങളുമായി വിശ്വാസി സമൂഹം ഈസ്റ്റർ ആഘോഷിച്ചു. കേച്ചേരി പറപ്പൂക്കാവിൽ ആനപ്പാപ്പാന്മാർ തമ്മിൽ സംഘർഷം, ഒരാൾക്ക് പരിക്ക്. കോട്ടയം സ്വദേശിയും ചിറക്കാട് അയ്യപ്പൻ എന്ന ആനയുടെ പാപ്പാനുമായ ബിജിക്കാണ് പരിക്കേറ്റത്. മരിച്ചുപോയ വ്യക്തിയുടെ പേരിൽ ജനപ്രതിനിധി സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിയെടുത്തതായി പരാതി. ആലങ്കോട് പഞ്ചായത്തിലെ 18-ാം വാർഡിൽ താമസിക്കുന്ന പെരിഞ്ചേരിയിൽ അബ്ദുള്ളയുടെ പേരിലുള്ള പെൻഷൻ വീട്ടുകാർ അറിയാതെ വാർഡ് മെമ്പറായ ഹക്കിം പെരുമുക്ക് തട്ടിയെടുത്തതായി CPM നേതൃത്വം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തി മാറ്റം ഇന്ന് നടക്കും. ഏപ്രിൽ 1 മുതൽ അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി വടക്കാഞ്ചേരി പനങ്ങോട്ടുകര പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി ഇന്ന് രാത്രി ചുമതലയേൽക്കും. 12 വയസ്സുകാരിയെ ലൈംഗികാതിക്രമം നടത്തിയ 70 വയസ്സുകാരന് ജീവപര്യന്തം കഠിന തടവിനും 5,25,000 രൂപ പിഴയും അടയ്ക്കാൻ ചാവക്കാട് ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചു. ചാവക്കാട് തിരുവത്ര EMS നഗറിൽ റമളാൻ വീട്ടിൽ മൊയ്തുവിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ്തയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. ഗുരുവായൂരിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന കോയമ്പത്തൂർ സ്വദേശിനി സരസ്വതി, കാൽനട യാത്രക്കാരിയായ ഇരിങ്ങപ്പുറം ശ്രീകൃഷ്ണ ഭവനിൽ ദീപ എന്നിവർക്കാണ് പരിക്കേറ്റത്. വടക്കേക്കാട് കൊച്ചന്നൂരിൽ തെങ്ങ് കടപുഴകി വീടിന് മുകളിൽ വീണ് ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ മേൽക്കൂര തകർന്നു. കൊച്ചന്നൂർ ചക്കിത്തറ റോഡിൽ കോളഞ്ചേരി അബ്ദുൾ റസാഖിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത്. അണ്ടത്തോട് പാപ്പാളിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവാവിന് പരിക്കേറ്റു. ചാവക്കാട് അഞ്ചങ്ങാടി വളവ് സ്വദേശിയും പുതുപൊന്നാനിയിൽ താമസക്കാരനുമായ പുത്തൻപുരയിൽ 43 വയസ്സുള്ള ഷിഹാബിനെ അകലാട് മുന്നൈനി VK ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാടിന്റെ സമഗ്ര വികസനം ചർച്ച ചെയ്ത് കുന്നംകുളത്തെ പൗരപ്രമുഖർ. കുന്നംകുളം സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച സംഗമത്തിലാണ് നിയോജക മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ മനസ്സ് തുറന്നത്. കോതച്ചിറ അപ്പത്തുവളപ്പ് വാഴാനിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമാകുന്നു. ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിനായി കുഴൽക്കിണർ കുഴിക്കുന്നതിന് തൃശൂരിലെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പ്രത്യേക സംഘം സ്കൂൾ സന്ദർശിച്ചു. അക്കിക്കാവ് കുപ്പിക്കുന്ന് റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ജലനിധിയുടെ പൈപ്പ് സ്ഥാപിക്കാനായി കുഴിച്ച കുഴിയിലെ പൈപ്പ് പൊട്ടിയാണ് ലിറ്റർ കണക്കിന് വെള്ളം പാഴാകുന്നത്. മങ്ങാട് സെന്റ് ജോർജ് ദൈവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും 106ാമത് സംയുക്ത ഊട്ടുതിരുനാളിന് കൊടിയേറി. കുന്നംകുളം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് പഴയ പള്ളിയിൽ ഏപ്രിൽ 7, 8 തീയതികളിൽ നടക്കുന്ന പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ 59ാം ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. വയലത്തൂർ വിശുദ്ധ കുര്യാക്കോസ് സഹദായുടെ കത്തോലിക്ക ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ കൊടിയേറ്റ കർമ്മം നടത്തി. ഏപ്രിൽ 7, 8, 9 തീയതികളിലാണ് തിരുനാൾ. ജന്മദിനം ആഘോഷിക്കാൻ സ്വരുക്കൂട്ടിയ നാണയത്തുട്ടുകൾ ഇടവക ദേവാലയത്തിന് സമ്മാനിച്ച് ഇവാനിയയുടെ ജന്മദിനാഘോഷം. കിഴക്കാളൂർ അറങ്ങാശ്ശേരി സിൻഡോ സംഗീത ദമ്പതികളുടെ മകൾ ഇവാനിയയാണ് കുടുക്കയിൽ നിക്ഷേപിച്ച നാണയത്തുട്ടുകളും കറൻസിയുമടക്കം പിറന്നാൾ ദിനത്തിൽ ദേവാലയത്തിന് സമ്മാനിച്ചത്. ബ്രെയിൻ സ്ട്രോക്ക് വന്ന് കോമയിൽ കഴിയുന്ന യുവാവിന് ചികിത്സാ സഹായം തേടുന്നു. എരുമപ്പെട്ടി പഞ്ചായത്ത് 8-ാം വാർഡ് കുണ്ടന്നൂർ വെള്ളക്കുന്ന് കോളനിയിൽ ചീരാത്ത് വീട്ടിൽ 48 വയസ്സുള്ള സുരേഷാണ് ചികിത്സാ സഹായം തേടുന്നത്. പാറന്നൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ യോസേഫ് പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഏപ്രിൽ 6, 7 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനു ശേഷം യേശു ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എടക്കഴിയൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റമളാൻ വിജ്ഞാന സദസ്സും ഇഫ്താർ സംഗമവും നടത്തി. ചമന്നൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം നടത്തി. 19ഓളം വിഭവങ്ങളടങ്ങിയ ഭക്ഷ്യധാന്യ കിറ്റുകളാണ് 350ഓളം പേർക്ക് നൽകിയത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.